നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.0 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദക്ഷിണ തായ്വാനിലെ മാംഗോ ഗ്രോയിങ്ങിലുള്ള യുജിംഗിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി, ആളുകൾക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രിക്കും ചൊവ്വാഴ്ച പുലർച്ചയ്ക്കും ഇടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടായത്. നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. 27ഓളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം 1 മിനിറ്റോളം നീണ്ടു നിന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നാൻസ്കി ജില്ലയിൽ വീട് തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഈ വീടിനകത്ത് ഒരുപാട് പേർ കുടുങ്ങി, ഒരു കുടുംബം കുടുങ്ങി. അവരെ ദൗത്യസംഘം രക്ഷപ്പെടുത്തി. കൈക്കുഞ്ഞടക്കം 3 പേരാണ് കുടുങ്ങിയത്. ഏവരെയും സുരക്ഷിതമായി തന്നെ പുറത്തെടുക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം. നാൻസി ജില്ലയിലെ നിരവധി കെട്ടിടങ്ങൾക്ക് ഈ ഒരു ഭൂചലനത്തിൽ വലിയ രീതിയിലുള്ള കേടുപാടുകളാണ് ഉണ്ടായിരിക്കുന്നത്. തായ്വാനിലെ പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ TSMCയുടെ വിവിധ ഫാക്ടറികളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുകയും ചെയ്തു. ഭൂചലനത്തെ തുടർന്ന് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്ത് ഭൂചലന സാധ്യത ഏറ്റവും അധികമുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. അതിലൊന്ന് തായ്വാനാണ്. ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ ഇവിടെ പതിവായി ഉണ്ടാകാറുണ്ട്. മാത്രമല്ല 2024 ഏപ്രിലിൽ ഉണ്ടായ ഭൂകമ്പം, ഇതിൽ 17 പേരാണ് മരിച്ചത്. 25 വർഷത്തിനിടെ തായ്വാനിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ ഭൂചലനമായിരുന്നു 2024 ഏപ്രിലിൽ ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അന്നുണ്ടായ ഈ ഭൂചലനം ഉരുൾപൊട്ടൽ മാത്രമല്ല വലിയ നാശനഷ്ടം, ആൾക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഭൂകമ്പമായിരുന്നു അന്നുണ്ടായത്. 1999 തായ്വാനിൽ ഉണ്ടായ ഭൂകമ്പമാണ് ചരിത്രത്തിലെ ഏറ്റവും വലുത്. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് 1999 ഉണ്ടായത്. 2400 പേരാണ് ഈ ഭൂകമ്പത്തിൽ മരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിൽ നേരിയ ഭൂചലനം ഉണ്ടായി. ഭൂചലനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:43 ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തി. റുവി, വാദി കബീർ, മത്ര, സിദാബ് പ്രദേശങ്ങളിലാണ് ഉണ്ടായത്. താമസക്കാർക്ക് നേരിയ തോതിൽ ഒരു പ്രകമ്പനം അനുഭവിക്കാൻ കഴിഞ്ഞു. മസ്കറ്റിന് 3 കിലോമീറ്റർ തെക്കുമാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. നവംബർ 24-നും സമാനമായ രീതിയിൽ ഭൂചലനം അൽ അമേറാത്തത്ത് വിലായത്തിൽ രേഖപ്പെടുത്തി. റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അൽ അമറാത്ത്, മസ്കറ്റ്, മത്ര, വാദി കബീർ, സിദാബ് പ്രദേശങ്ങളിലെ താമസക്കാർക്ക് നേരിയ പ്രകമ്പനം അനുഭവപ്പെടുകയുണ്ടായി. സാധാരണ റിക്ടർ സ്കെയിലിൽ 2.5 അല്ലെങ്കിൽ അതിൽ താഴെ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ പ്രദേശത്ത് പ്രകമ്പനം ഉണ്ടാക്കാറില്ല. എന്നാൽ സീസ്മോഗ്രാഫിയിലൂടെ ഇവ രേഖപ്പെടുത്താറുണ്ട് എന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലും സമീപ പ്രദേശങ്ങളും നേരിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തി. മസ്കറ്റ് സിറ്റിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം ഉണ്ടായത്.